വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ എ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അപമാനിച്ചതിൽ റവന്യൂ മന്ത്രിയുടേതാണ് നടപടി. ഹീനമായ നടപടിയായാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മന്ത്രി പ്രതികരിച്ചു. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, എന്താണ് നടപടിക്ക് കാരണമായത്? വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അശ്ലീല കമന്റ് ഇട്ടത്. ഇത് വലിയ വിവാദമായി. വിവാദമായതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിന് നിർദ്ദേശം നൽകിയത്. സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് മന്ത്രി ജില്ലാ കളക്ടർക്ക് നൽകിയത്. ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സസ്പെൻഷൻ ഉത്തരവിറങ്ങും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറാണ് പവിത്രൻ. ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ സസ്പെൻഷൻ നേരിടുന്നത്. നേരത്തെയും സമാനമായ സ്വഭാവത്തിൽ സസ്പെൻഷൻ നേരിട്ടിരുന്നു. ഈ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെയും വിവാദം തുടർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന കുറിപ്പിന് താഴെയാണ് ഇത്തരത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അശ്ലീല കമന്റിട്ട് അപമാനിച്ചത്. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. യെസ് ഷഫീഖ, ഇന്നലെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ മലയാളി മരണപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയാണോ ഉണ്ടായത്? ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ഉടൻ തന്നെ ഇത് വിവാദമായിരുന്നു. ഈ പോസ്റ്റിൽ അനുശോചന കുറിപ്പിട്ടതിന് താഴെയാണ് കൊണ്ടും അത് സമാനമായ സ്വഭാവത്തിൽ അശ്ലീല പരാമർശം നടത്തിയുമായിരുന്നു ഇതിന് കമാൻഡ് ഇട്ടിരുന്നത്. ഈ പവിത്രൻ നേരത്തെയും സമാനമായ സ്വഭാവത്തിൽ ജാതീയാധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന പരാതി ഉയർന്നിരുന്നു. ഇതിനു മുൻപും പവിത്രന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. ഈ അശ്ലീല കമന്റും അതോടൊപ്പം തന്നെ സന്ദേശം അയച്ചതിന് പിന്നാലെ ഈ രഞ്ജിത മരണപ്പെട്ടതിന് അനുശോചനക്കുറിപ്പിന് താഴെയാണ് ഇത്തരത്തിൽ ഒരു അശ്ലീല കമന്റ് ജാതീയമായ അധിക്ഷേപവും നടത്തിയത്. അതിൽ നടപടി ആവശ്യപ്പെട്ട് വിവിധ ിലുള്ള ആളുകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രി കെ രാജൻ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകിയത്. ജില്ലാ കളക്ടർ ഉടൻ തന്നെ ഓർഡർ പുറത്തിറക്കും. ഉച്ചയോടുകൂടി തന്നെ നടപടി ഉണ്ടാവും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. യെസ്, വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അധിക്ഷേപിച്ചതിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ എ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനുശോചന കുറിപ്പിന് താഴെ കമന്റിലായിട്ടാണ് എ പവിത്രൻ അധിക്ഷേപം ചുരുങ്ങിയത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ഷഫീഖ് നസറുള്ള നൽകിയത്.